എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്ട്രാക്ഷൻ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസ് പ്രോട്ടോക്കോളിൽ പറഞ്ഞ എല്ലാ കെമിക്കൽസും ബഫർ സൊല്യൂഷനായിട്ട് നമുക്ക് ഒരു ചെറിയ ബോട്ടിലിൽ അവൈലബിൾ ആയിരിക്കും. അത് ആ കിറ്റിനോടൊപ്പം തന്നെയുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എത്ര ml വീതം ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കുക, അതനുസരിച്ച് ആഡ് ചെയ്യുക. അവർ പറയുന്ന അതേ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് DNA ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോക്കോൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം സേവിങ് ആണ്, ഈസിയാണ് ഈ ഒരു പ്രോട്ടോക്കോൾ ആയിരിക്കുക, പക്ഷെ എക്സ്പെൻസീവും ആണ്. അപ്പം ഈ ഒരു പ്രോട്ടോക്കോളിൽ ആദ്യം നമ്മൾ ബാക്ടീരിയൽ സെല്ലിനെ കൾച്ചർ ചെയ്യുന്നു. അത് ചെറിയൊരു വോളിയം എപ്പൻട്രോഫിലേക്ക് മാറ്റുന്നു. അതിലേക്ക് ലൈസിസ് ബഫർ ആഡ് ചെയ്യുന്നു. അപ്പം വേണമെങ്കിൽ നമുക്ക് ആ ഒരു കൾച്ചർ ആദ്യം ഒന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത് സൂപ്പർനീറ്റൻ്റ് കളയാം. താഴെ ഇപ്പം ബാക്ടീരിയൽ സെല്ലുണ്ടായിരിക്കും, പെല്ലറ്റ് ഫോമിൽ കാണാൻ സാധിക്കും. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ സൂപ്പർനീറ്റൻ്റ് ഡിസ്കാർഡ് ചെയ്യാം. എന്നിട്ട് ലൈസിസ് ബഫർ ആഡ് ചെയ്യാം. ലൈസിസ് ബഫറും പ്രോട്ടീനേസ് കെയും ആഡ് ചെയ്യുക. അപ്പോൾ ലൈസിസ് ബഫർ എന്ന് പറയുമ്പം അതിൽ SDS ഉണ്ടായിരിക്കും, ETTA ഉണ്ടാവും, പിന്നെ ലൈസോസൈം ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ ഒപ്പം പ്രോട്ടീനേസ് കെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക? ലൈസിസ് ബഫർ ആഡ് ചെയ്ത് കഴിയുമ്പം സെൽ മെംബ്രെയിനും സെൽ വാളും ബ്രേക്ക് ചെയ്യും. പ്രോട്ടീനേസ് കെ പ്രോട്ടീനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോട്ടീനും ഡിഗ്രേഡ് ചെയ്ത് പോവും. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഡിസ്റ്റർബ് ചെയ്യാതെ അതിനെ വെക്കുക. അതിനുശേഷം ന്യൂട്രലൈസേഷൻ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ന്യൂട്രലൈസേഷൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും, കെമിക്കൽസ് ഉണ്ടായിരിക്കും. സോ അത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ സ്പിൻ കോളം ട്യൂബിലേക്ക് മാറ്റും. സ്പിൻ കോളം ട്യൂബിലേക്ക് മാറ്റുമ്പം അതിൽ സിലിക്ക മെംബ്രെയിൻ ഉണ്ട്. ആ സിലിക്ക മെംബ്രെയിനിൽ ഈ DNA ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രലൈസേഷൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും അത് സിലിക്ക മെംബ്രെയിനിൽ ബൈൻഡ് ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ സൊല്യൂഷനിൽ സോഡിയം അയോൺസ് ഉണ്ട്, അതായത് സോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സോഡിയം അയോൺസ് DNAയുടെ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുക, അങ്ങനെയാണത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ സ്പിൻ കോളം ട്യൂബിലേക്ക് മാറ്റുക. ട്രാൻസ്ഫർ ദ സാമ്പിൾ മിക്സ്ചർ ഇൻ ടു സ്പിൻ കോളം ട്യൂബ് ആൻഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പം സിലിക്ക മെംബ്രെയിനിൽ DNA ബൈൻഡ് ചെയ്യും. ബാക്കി കമ്പോണൻസ് കളക്ഷൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. നമുക്ക് കളക്ഷൻ ട്യൂബിൻ്റെ കണ്ടൻറ്റ് ഡിസ്കാർഡ് ചെയ്യാം. എന്നിട്ട് വാഷിംഗ് ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളമാണ് ഉണ്ടായിരിക്കുക, DNAയിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DNAയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷിംഗ് ബഫർ യൂസ് ചെയ്യുന്നത്. അതിൽ എത്തനോളാണ് ഉണ്ടായിരിക്കുക. അപ്പം 2-3 പ്രാവശ്യം വാഷിംഗ് ബഫർ യൂസ് ചെയ്തിട്ട് അതിനെ വാഷ് ചെയ്യുക. അതായത് വാഷിംഗ് ബഫർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബിൽ ഈ സ്പിൻ ബൈൻഡിങ് കോളൻ ട്യൂബ് പുതിയൊരു കളക്ഷൻ ട്യൂബിലേക്ക് ബൈൻഡിങ് കോളൻ ട്യൂബ് പുതിയൊരു കളക്ഷൻ ട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് വാഷിംഗ് ബഫർ ആഡ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ വാഷിംഗ് ബഫർ ഈ സിലിക്ക മെംബ്രെയിനിൽ കൂടെ താഴെ കളക്ഷൻ ട്യൂബിലേക്ക് വരും. അപ്പം സിലിക്ക മെംബ്രെയിനിലുള്ള DNA അത് പ്യൂരിഫൈ ആവും. അങ്ങനെ അത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ DNAയിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകും. പക്ഷേ DNA എപ്പോഴും സിലിക്ക മെംബ്രെയിനിൽ ബൈൻഡഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ആഡ് എല്യൂഷൻ ബഫർ. ഇപ്പോൾ ഈ സ്പിൻ കോളം ട്യൂബ് പുതിയ ഒരു കളക്ഷൻ ട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് എല്യൂഷൻ ബഫർ ഒഴിക്കുക. എല്യൂഷൻ ബഫറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TE ബഫറാണ്. അതിൽ DNA ഡിസോൾവ് ആവും. അപ്പം ഈ സിലിക്ക മെംബ്രെയിനിൽ നിന്ന് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ സിലിക്ക മെംബ്രെയിനിൽ നിന്ന് DNA സെപ്പറേറ്റ് ആവുകയും അത് TE ബഫറിനോടൊപ്പം താഴെ കളക്ഷൻ ട്യൂബിലേക്ക് വന്നടിയുകയും ചെയ്യും. നമുക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒന്നില്ലെങ്കിൽ സ്പെക്ക് യൂസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി പ്യൂരിഫിക്കേഷനൊക്കെ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആവശ്യം എന്താണോ അതിലേക്ക് കടക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാം, ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാം. അപ്പം ഇത്രയാണ് എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോൾ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. വേറൊരു ചാനലിൻ്റെ വീഡിയോ ആണ്, അത് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.